വന്നത്. ഇത് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടിട്ട് ഇടാട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരു എക്സ്പേർട്ടായ ഒരാളല്ല. നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ എന്നിലും കൂടുതൽ അതിനെപ്പറ്റി അറിവുണ്ടാവും. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് തരിക. ഈ വേണ്ടാത്ത വർത്താനം ചോദിച്ചപ്പോൾ ഈ കറക്കിയതല്ലേ. എന്നാ കഴിച്ചോളൂ. ഡെലീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സ്റ്റൂ എങ്ങനെയുണ്ട്? നല്ല സ്റ്റൂ ആണ്. ഇത് അമ്മ പെട്ടെന്ന് ഉണ്ടാക്കിയ സ്റ്റൂവാ. അല്ല, ഞാൻ പറഞ്ഞില്ല, വെജിറ്റബിൾ സ്റ്റൂ ഈക്വലി മട്ടൺ സ്റ്റൂ പോലെ തന്നെ ഹൃദ്യമാണ്. കൊറേ സാധനങ്ങളുണ്ടല്ലോ. ഏപ്രിൽ പകുതി ഇറക്കിട്ടോ ചൂട്. കുറെ സാധനമൊന്നുമില്ല. ബ്രൂ, അച്ചിങ്ങ, ക്യാബേജ്, പാല്, ഇത്രേ ഉള്ളൂ. കുറവാ സാധനങ്ങൾ. ഓക്കെ. ഇപ്പൊ സാധനങ്ങൾ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം? യഥാസ്ഥാനങ്ങളിൽ വെക്കുക. ആദ്യം തന്നെ അതാണ് ഡ്യൂട്ടി. ചോറെടുക്കുക, ഉണ്ണുക. ഇന്ന് റെസ്റ്റ് അധികം ഇല്ല. അതിന് ശേഷം വേറൊരു വി ആർ ഗോയിങ്. ബീൻസ് ഇല്ലേ, നാളെ പാസ്ത ഉണ്ടാക്കാനാ. ആഹാ, നാളെ പാസ്തയൊക്കെയാണോ അമ്മ ഉണ്ടാക്കണേ? കൊള്ളാലോ. ഇടസമയത്ത് കുറച്ച് അതുകൊണ്ട് മേടിപ്പിച്ചതാ. വെക്കത്തേട്ടോ ഓരോ സ്ഥലങ്ങളില്. കാപ്പിപ്പൊടി കുപ്പിയിൽ ഇട്ട് കഴിഞ്ഞ ബാലൻസ് ഉള്ളതാ. റബ്ബർ ബാൻഡ് ഇട്ട ബാലൻസ് ഉള്ള സാധനം ഇത്രേ ഇതിലുള്ളൂ. കുപ്പിയിൽ നേരത്തെ ഇട്ടതാ. ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പൊ ഇത് എടുത്തോണ്ട് വന്നതാ കേട്ടോ. ഇട്ട ഇങ്ങനെ മടക്കി അത് റബ്ബർ ബാൻഡ് ഇട്ട് ഈ സംഭവം ഫ്രീസറിന്റെ വെക്കണ സ്ഥാനം കാണിച്ചു തരാം. എവിടെയാണുള്ള ഫ്രിഡ്ജിന്റെ ഫ്രീസറില് സൈഡിൽ വെക്കും. അപ്പൊ ആരോ ചോദിച്ചായിരുന്നു കുപ്പിയിൽ ഇട്ടിട്ട് പിന്നെ ഇത് എവിടെയാ വെക്കണേന്നുള്ളത്. അപ്പൊ അവർക്ക് വേണ്ടി കാണിച്ചതാ. ഇത് കുപ്പിയില് ഫ്രിഡ്ജിന്റെ തട്ടിൽ രണ്ടും ഒന്ന് കാണിച്ചാൽ എന്റെ പുറകെ പോലെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ള ബ്രൂ കവറിൽ അങ്ങനെ സേഫ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇത് ഫ്രിഡ്ജിന്റെ കുപ്പി നല്ല ക്ലീൻ ആയിട്ടും ഇരിക്കും. ഇതിവിടെ കണ്ടല്ലോ. കണ്ടു. ഓക്കെ ഓക്കെ. വീണ്ടും എടുത്തോണ്ട് വന്നത് ഞാൻ അലമാരിയുടെ മുകളിൽ വെച്ചേക്കുമായിരുന്നു. ഒരു സാരി എടുക്കാൻ നോക്കിയപ്പോ ഇത് കണ്ട പിങ്കും വൈറ്റും കൂടെ ഉള്ള ആ കോമ്പിനേഷൻ കണ്ടിട്ട് അമ്മയ്ക്ക് സഹിച്ചില്ല. തയ്ക്കാതെ കൊടുക്കണം. എങ്ങനെ ഇത് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടിട്ട് ഇടാട്ടോ. അമ്മയ്ക്ക് കോൺട്രാസ്റ്റ് ഇഷ്ടല്ല. ഞാൻ ഇന്നലെ ഇരുന്നാ പറഞ്ഞതിനോട് ഇനി എന്നൊന്നും ഉടുക്കൂത് തയ്ച്ചു കിട്ടിയിട്ട്. ഞങ്ങളുടെ കയ്യിൽ ആകപ്പാടെ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാൻ ഒരു പരിപാടി ഇന്നലെ പദ്ധതി ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ ആകെ ഇരിക്കുന്നത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവോളയും മാത്രമേ ഉള്ളൂ. അപ്പൊ വെജിറ്റബിൾ സ്റ്റൂ എന്ന് പറയണമെങ്കിൽ പറയാൻ. ടൊമാറ്റോ പിന്നെ ഇടൂല്ലല്ലോ, അത് കാരണം അത് ഇടണില്ല. അപ്പൊ ഇപ്പൊ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഒന്ന് വേവിക്കാൻ വെക്കുക. പിന്നെ ഇവിടെ കുറച്ച് ഇതിന് വേണ്ടി മേടിച്ചു വെക്കുന്ന ഗ്രീൻ പീസ് ഇരിപ്പുണ്ട്, അതും ചേർക്കാൻ വെക്കാം. പിന്നെ ബീൻസോ കോളിഫ്ലവറോ അങ്ങനെയുള്ള യാതൊരു സാധനവും ഞങ്ങളുടെ കയ്യിലില്ല. ബീറ്റ്റൂട്ട് ഇരിപ്പുണ്ട്, അത് ഇട്ട് കഴിഞ്ഞാൽ കളർ ചേഞ്ച് വരും. അപ്പൊ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോയും ക്യാരറ്റും ഒറ്റ വിസിലടുപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പൊ ദേ നോക്കട്ടെ, മൂന്നാം പാല് മുഴുവൻ ഒഴിക്കണില്ല കേട്ടോ. ഒറ്റ വിസിലടുപ്പിച്ചാൽ മതി. അതുകൊണ്ടാ. എന്നിട്ട് നമുക്ക് പിന്നെ തവയിലുണ്ടാക്കുമ്പോ കാണിച്ചു തരാം. അപ്പൊ അതിന്റെ കൂടെ ദേ വെളുത്തുള്ളി, ഇഞ്ചി, പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ ഇച്ചിരിച്ചേ ഉള്ളൂ. കാരണം സാധനം കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ. മറ്റ് വെജിറ്റബിൾസും ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇതിന്റെ കൂടെ 2 പച്ചമുളക് ഇല്ല, നമുക്ക് പറയാനില്ലാന്നുള്ളൂ. പച്ചമുളക് ഇല്ല, അതുകൊണ്ട് 2 പഴുത്ത വെളുത്ത കാന്താരിയാ. ഞാനൊന്ന് കഴുകി കൊണ്ടുവരാം കേട്ടോ. കഴുകി കട്ട് ചെയ്ത് കൊണ്ടുവരാം. പഴുത്ത കാന്താരിമുളക്, വെള്ളക്കാന്താരിയിൽ പറിച്ചത് കൊണ്ടുപോയി വെച്ചിരുന്ന പഴുത്ത. അതൊന്ന് കഴുകി ഇനി കുക്കർ അടയ്ക്കുവാണേ. ഇത് കറി ഉണ്ടാക്കണം വേറെ പാത്രത്തിലാണ്. കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവാനല്ലേ താമസം. അപ്പൊ ബാക്കിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വലിയ താമസം ഇല്ല കേട്ടോ കറി ഉണ്ടാക്കാൻ. തേങ്ങാപ്പാലും പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ വെയിറ്റ് ഇടാറാകുമ്പോ ഒറ്റ വിസിലടിപ്പിച്ച് ഓഫ് ചെയ്യാം കേട്ടോ. 2 വിസിലടിപ്പിച്ച് ആവി പോകുന്നവരെ ഇരുന്നതാണ്. അപ്പൊ എന്തായാലും വെന്തിട്ടുണ്ടാകും. ഇത് ശരിക്കും വെയിറ്റ് മാറ്റിയ ചാട്ടം ഇത് എടുക്കേണ്ടത്. ഞാൻ അല്ലാതെ മിസ്റ്റേക്ക് കാണിച്ചു. വെയിറ്റ് മാറ്റിയച്ച് ശരിക്കും കുക്കർ തുറക്കാവൂ. അങ്ങനെയാണ് വേണ്ടത്.
അത് അവി പോയിരുന്നോണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. ഇനി നമുക്ക് ഇത് വെന്തിട്ടുണ്ട്, ഇത് മതി. ഇനി സവോള ഇട്ട് വേവിച്ചാൽ മതി. അത് നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റി വെച്ച് വേവിക്കാം കേട്ടോ. അതെ, ഇനിയിപ്പോൾ ഇതിൽ അടിച്ച് വേവിക്കേണ്ട കാര്യമില്ല. തേങ്ങാപ്പാലിലും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വേവിച്ചുകൊണ്ടാണ് പിരിപിരിവെന്ന് കിടക്കുന്ന തേങ്ങാപ്പാൽ അതിൽ കിടന്നതുകൊണ്ട് അങ്ങനെ കിടക്കുന്നതാണ്. അതെല്ലാം തലപ്പാൽ ചെല്ലുമ്പോൾ ശരിയാകും കേട്ടോ. ഇനിയിപ്പോൾ അതേ ചേർക്കാനുള്ളത് പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്വല്പം ഗ്രീൻ പീസ്, പകുതി മുക്കാലും വേവായില്ല കേട്ടോ. വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്, അതെ, സവോള. ഇനി മൂന്നാം പാല് കുറച്ച് ബാക്കി ഇരുന്നില്ലേ, അതെ, അത് ഇതിലേക്ക് ഒഴിക്കുക. അതെ, ഉപ്പ് ഓൾറെഡി അതിലുണ്ട്, ഞാൻ തൊട്ട് നോക്കിയായിരുന്നു. ഇനിയിപ്പോൾ എല്ലാ തേങ്ങാപ്പാലും ചേർത്ത് കഴിയുമ്പോൾ ഉപ്പിന്റെ കുറവ് വരും, അന്നേരം ഉപ്പ് ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ ഞങ്ങളുടെ രീതിയിൽ ചെയ്യണ തട്ടിക്കൂട്ട് വെജിറ്റബിൾ സ്റ്റൂ ആണ് കേട്ടോ. ഈ രീതിയിലൊന്നുമല്ല ശാസ്ത്രീയമായിട്ട് ചെയ്യണത്. ഒരിക്കലും അങ്ങനെ ഞങ്ങൾ അവകാശപ്പെടണമില്ല. ഞാൻ പറഞ്ഞില്ലേ, വെജിറ്റബിൾ തന്നെ ഇല്ല കയ്യില. ഉരുളക്കിഴങ്ങും ഇതുണ്ടാക്കാനല്ല ഉദ്ദേശിച്ചിരുന്നത് അപ്പത്തിൻ്റെ കൂടെ, വേറെ കറിയാ, അത് മാറിപ്പോയതാ. അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവോളയും ഗ്രീൻ പീസും മാത്രമേ ഉള്ളൂ വെജായിട്ട് ഇതിൽ ചേർത്തേക്കണം. പിന്നെ ഗ്രീൻ പീസ് ഇവിടെ ഇരുന്ന സാധനം ഇച്ചിരി ചേർത്തു, പിന്നെ ബാക്കി തേങ്ങാപ്പാലും ചേർത്തുള്ള ഒരു തട്ടിക്കൂട്ട് വെജിറ്റബിൾ സ്റ്റൂ ആട്ടോ. ഓക്കെ, നന്നായിട്ട് വെന്തു. അതെ 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 അതെ, ഇച്ചിരി കൂടുതലായിരുന്നു. അതെ അതെ അതെ, കിഴങ്ങ് അത് ചെറുതായിട്ട് നുറുക്കിയിട്ടത് കൊണ്ടാട്ടോ, കിഴങ്ങ് അല്ല കട്ട് ചെയ്ത് ഇട്ടത് കൊണ്ടാണ് ഉരുളക്കിഴങ്ങ് അങ്ങനെ ഉടഞ്ഞത് കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് സവോളയും ഗ്രീൻ പീസും ഒക്കെ ഇട്ട് തുറന്നു വെച്ച് വേവിച്ച് ഗ്രീൻ പീസ് ഇട്ടപ്പോൾ നല്ലൊരു പച്ചക്കളറായി. ആയി. രണ്ടാമത്തെ പാൽ ഒഴിച്ചു, നേരത്തെ പാല് കേട്ടോ. ഇനി അതിന്റെ ഒപ്പം തന്നെ കുരുമുളക് പൊടി എരിവിന് വേണ്ടിയാണ്. പച്ചമുളക് ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. 2 മറ്റേ വെളുത്ത കാന്താരി പഴുത്തതാണ് ഇതിൽ ചേർത്തേക്കണം. ചുമന്ന നിറത്തി കിടക്കണത് അതാണ് കേട്ടോ. അപ്പൊ കുരുമുളക് പൊടിയായിട്ടുള്ള ചതച്ചതല്ല കേട്ടോ ചേർത്തേക്കണം. കുരുമുളക് നൈസ് പൊടി തന്നെയാണ് ചേർത്തേക്കണം. ഇനി ഇപ്പൊ ഇത് ഒന്ന് വറ്റി വരണ്ട, കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പത്തിന് ചാറല്ലേ ആവശ്യം. ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ ഒന്നാമത്തെ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ളൊരു വെജിറ്റബിൾ സ്റ്റൂ കേട്ടോ. ഇനി നമുക്ക് ഇത് എല്ലാം ഒഴിച്ചു കഴിയുമ്പോൾ സ്പൈസസിന്റെ ടേസ്റ്റ് ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇത് വേവിച്ചപ്പോൾ ഓൾറെഡി ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട ഇത്ര ഐറ്റം ചേർത്താണ് വേവിച്ചേക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിന്റെ ഒരു സ്മെല്ലും ഉണ്ട്. ഉപ്പുണ്ട്, ഉപ്പ് ആദ്യം അത് വേവിക്കാൻ ചേർത്തപ്പോൾ ഉള്ള ഉപ്പുണ്ട്, അത് മതി ഉപ്പ്. അപ്പൊ ഇനി ഇതിന്റെ ടേസ്റ്റ് കുറവാന്ന് തോന്നുവാണെങ്കിൽ സ്വല്പം അത് ചേർത്ത് കൊടുക്കാം ഗരം മസാല. പിന്നെ ഞാൻ ഇതിന് കാഷ്യൂ അരച്ച് ചേർക്കണില്ല. അത് ചേർക്കാത്തതിന്റെ കാരണം എന്നാന്ന് വെച്ചാൽ തേങ്ങ ഇതിൽ അരച്ച് ചേർക്കണില്ലല്ലോ. പിന്നെ നമ്മൾ അരച്ച് ചേർക്കണമെങ്കിൽ ഇച്ചിരി ഇതിൽ അരയ്ക്കാൻ പറ്റൂല. പൊടിച്ച് വേണമെങ്കിൽ ഇച്ചിരി പൊടിച്ച് ചേർക്കാം, നോക്കട്ടെ. ചേർത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. പൊടിച്ച് ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവൂല, അരച്ച് തന്നെ ചേർക്കണം. അത് ഇച്ചിരി ആയിട്ട് എങ്ങനെ അരയ്ക്കാനാ, എന്തിൽ അരയ്ക്കും, അതല്ലേ കുഴപ്പം. അത് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അരഞ്ഞു കിട്ടിയേനെ. പക്ഷെ അത് നന്നായിട്ട് അന്നേരം കുറെ നേരം സോക്ക് ചെയ്ത് വെക്കണം. അതിപ്പോ അല്ല, സോക്ക് ചെയ്ത് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വൈകുന്നേരം ഈ കറി എടുക്കണത്, അപ്പൊ കുതിർത്തി കഴിഞ്ഞാൽ അത് പക്ഷെ എന്തിലരയ്ക്കും, വെള്ളത്തിൽ അരക്കേണ്ടി വരും. അല്ലെങ്കിൽ തേങ്ങാപ്പാല് 3-ാം പാൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ അരക്കാം. എടുത്ത് മാറ്റി എന്റെ പേര് ഇരിപ്പുണ്ട്, പേര് നോക്കട്ടെ, എങ്ങനെയെങ്കിലും ചെയ്യുവാണെങ്കിൽ കാണിച്ചു തരാം. അത് ചിന്തിച്ചോണ്ടിരുന്ന കാര്യമില്ലല്ലോ. അതെ, ഇച്ചിരി ആയിട്ട് ഉണ്ടാക്കുമ്പോ അങ്ങനെ ഇത് ചേർക്കാൻ പറ്റില്ല. തേങ്ങ നേരെ മറിച്ച് കുറുമയ്ക്ക് ചെയ്യും പോലെ തേങ്ങ അരച്ചെടുക്കുവാണെങ്കിൽ അതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന കാഷ്യൂ ചേർക്കാം. ഇതിപ്പോ ഇതായതുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞതാട്ടോ. എന്നാന്ന് വെച്ചാൽ കുറച്ച് ഒരു 4-5 കാഷ്യൂ കുതിർത്തി വെച്ച് നിങ്ങളൊക്കെ എങ്ങനെയാണ് അരച്ചെടുക്കുന്നത് എന്നുള്ള വിവരം ഒന്ന് ഷെയർ ചെയ്യുക. ചിലപ്പോ ഇച്ചിരി ഗരം മസാല വേണ്ടി വരും, നോക്കാം. പാൽ, അതായത് 1-ാമത്തെ പാൽ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തിളച്ചിച്ചിരി കുറിയ ഇച്ചിരി ഗരം മസാല ചേർക്കാം. മിക്സ് ആവട്ടെ, മിക്സ് ആക്കാം. ഒഴിക്കുവാണേ, ഞാനത് കപ്പിലൊഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചപ്പോൾ അതിലേക്ക് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1-ാമത്തെ തേങ്ങാപ്പാലും ചേർക്കും, കൊഴുപ്പുള്ള. ഇനി തിളയ്ക്കാൻ പാടില്ല. ഇനി തിളച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുറിയും പോവും. ചിലപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞാൽ ചില സിറ്റുവേഷനിൽ ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യും കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരു എക്സ്പേർട്ടായ ഒരാളല്ല. ഈ തേങ്ങാപ്പാൽ കറി
പിരിയോ പിരിയാതിരിക്കോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ മേല. ചില സിറ്റുവേഷനിൽ നമുക്ക് പിരിഞ്ഞു പോകും. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നേന്ന് എനിക്കറിയില്ല. നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ എന്നിലും കൂടുതൽ അതിനെപ്പറ്റി അറിവുണ്ടാവും. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് തരിക. അപ്പം ഞങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാമല്ലോ. അത് ചിലർ പറയുന്നുണ്ട്, ഫ്രിഡ്ജിലിരുന്ന തേങ്ങയൊക്കെ നമ്മൾ ഇങ്ങനെ തേങ്ങാപ്പീരയൊക്കെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തണുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് പിരിഞ്ഞു പോകുന്നു. ഞങ്ങൾ ഫ്രിഡ്ജിൽ അങ്ങനെ ചിരണ്ടി വെക്കുന്നത് ഞാൻ പറയാറുണ്ട്. തോരനും പുട്ടുണ്ടാക്കാനും അത് എടുക്കുള്ളൂ. അതുകൊണ്ട് ഒരുപാട് ചിരണ്ടി അങ്ങനെ വെപ്പിക്കൂല. ഞങ്ങളുടെ ആവശ്യത്തിന് അത്രയുള്ളതൊക്കെ ഞങ്ങൾ ചിരണ്ടി വെപ്പിക്കുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ളതിനൊക്കെ ഫ്രഷ് ആയിട്ട് ചിരണ്ടി എടുക്കുക പതിവ്. ഓക്കെ, ദേ കറിയായി. കറിയായി. ഈ പൊടി പൊടി പോലെ കിടക്കുന്ന അതിന്റെ സ്പൈസസ് ആണ് കേട്ടോ. അത് വേണ്ടാന്നുള്ളവർക്ക് അത് പൊട്ടറ്റോ ഒക്കെ വേവിക്കുന്ന സമയത്ത് കിഴി കെട്ടി ചേർക്കാം അല്ലെ. അപ്പൊ പിന്നെ പൊടി പൊടി പോലെ കിടക്കൂല. കിഴിയെടുത്ത് മാറ്റിയാൽ മതി. അതെ അതെ അതെ. ആവശ്യം കഴിയുമ്പോ സത്തെല്ലാം ഇറങ്ങി കഴിയുമ്പോ അതെടുത്ത് മാറ്റുക. ശരിക്കും ഒരു തരിങ്ങും അതിലുണ്ടാവില്ല. ഇത് നമ്മള് വേഗം ഉണ്ടാക്കണാരനാണ്. ഞാൻ പിന്നെ അങ്ങനെ കഴിയിട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ. ശാസ്ത്രീയമായിട്ട് അങ്ങനെയൊന്നും അത്ര ഇതായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. ഇങ്ങനെയുള്ള കറികൾക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് ചേർക്കല എന്റെ പതിവാ. സാധാരണ നാടൻ രീതി. ഇതിപ്പോ നമുക്ക് കഴിക്കാനുള്ളതാണല്ലോ. ഓക്കെ, ഇനി ഇരുന്ന് ഇച്ചിരി വറ്റും. അതിലാ പൊങ്ങി വന്നത് കറുവപ്പട്ടയുടെ കഷ്ണാട്ടോ. ഞാനിപ്പോ ഇവിടെ ഇളക്കിയപ്പോ അതെ കറുത്ത നിറത്തിൽ കണ്ട. ഞാൻ ഒടിച്ചത് ഉപയോഗിക്കാൻ നേരത്തിട്ടതാ. നമുക്ക് ഓഫ് ചെയ്യാം. ഇരുന്ന് കുറുകും. ഓഫ് ചെയ്യുക കേട്ടോ. കുരുമുളകിന്റെ ടേസ്റ്റ് ഉണ്ട്, ഇഞ്ചിയുടെ ടേസ്റ്റ് ഉണ്ട്, വെളുത്തുള്ളിയുടെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാനൊരു സ്വല്പം വെളുത്തുള്ളി ചേർക്കും. പൊട്ടറ്റോ വലിയ കൂടുതൽ ഇട്ടേക്കണം. ഇപ്പൊ ഒരു 2-3 തളം വെളുത്തുള്ളി ചേർക്കും. ഓഫ് ചെയ്യുവാണേ. ഓക്കെ. സ്റ്റൂ ആണോ കുറുമയാണോ മൊപ്പാസ് ആണോ അമ്മയ്ക്ക് ഇഷ്ടം? എനിക്കിഷ്ടം കുറുമ. അയ്യോ ഈ വേണ്ടാത്ത വർത്താനം ചോദിച്ചപ്പോ കറക്കിയതല്ലേ. പോയതിലല്ല, എനിക്കിതിലേക്ക് അലങ്ങിയിരുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇച്ചിരി പോയുള്ളൂ, കുഴപ്പമില്ല. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പോയി കഴിഞ്ഞ് കുഴപ്പമുണ്ടെങ്കിലും ഇപ്പൊ പോയത് പോയി. എനിക്ക് കുറുമയാ ഇഷ്ടം. ഞാൻ സ്റ്റൂവിന്റെ ആളല്ല. സ്റ്റൂവിന്റെ ഫിഷ് മോളിയുടെ ആൾ അപ്പയാണ്. എപ്പോഴും പറയും. ഇനി ഏതെങ്കിലും ഒക്കെ ഈസ്റ്ററോ ക്രിസ്മസോ ഒക്കെ വരുമ്പോ നമുക്ക് അപ്പം വിത്ത് ഫിഷ് മോളി ഉണ്ടാക്കാം. ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കഴിച്ചു നോക്കിക്കേ, നല്ലതാ. ഇനി ഈ തലപ്പാൽ അതിലേക്കൊക്കെ ഒന്ന് പറ്റിപ്പിടിച്ച് വന്നോട്ടോ. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. ഇനി അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരട്ടെ. മാറ്റി വെക്കട്ടെ. ഈ അടുപ്പത്തുനിന്ന് ഇങ്ങോട്ട് മാറ്റുവാണേ. ഓക്കെ. ഇച്ചിരി വേപ്പില ഇട്ടില്ലല്ലോ. ഇച്ചിരി വേപ്പില ഇടണം. വേപ്പില പറിച്ചോണ്ട് തന്നെ. അത് വൈകുന്നേരം അപ്പത്തിന്റെ കൂടെ കഴിക്കുമ്പോ കാണിക്കാം. ശരിയാണ്. ബൈ ബൈ. ഉച്ചത്തേക്കുള്ള ചോറ് വാർക്കട്ടെ. 1:15 ചോറ് വാർത്തില്ല. പണിക്ക് പോകുന്നോണ്ട് ഇന്ന് വൈകി. ഊണ് കഴിക്കാൻ 1:45 1-ന് 1:30 ഇടയ്ക്ക് കഴിക്കണതാ. ശരി. ഓക്കെ. അങ്ങനെ മണി 5 മണി ആവാറായി. അപ്പൊ നമ്മളൊന്ന് തുറന്നു നോക്കാൻ പോവാണ് കറി. വാവ്, ഉച്ചക്ക് ഉണ്ടാക്കിയതാ. അഡീഷണൽ ആയിട്ട് കറിവേപ്പില മാത്രമേ ഇട്ടുള്ളൂ. ക്യാഷ് ചേർത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞു തരാൻ അതിന്റെ ടിപ്പ്. കുറച്ച് ക്യാഷ് ചേർക്കണമെങ്കിൽ എങ്ങനെ അരച്ച് ചേർക്കണം. ചിലപ്പോ ഇല്ലേ കുതിർത്തിയിട്ട് അരകല്ലേൽ അരച്ച് ചേർക്കാം. അതിനൊക്കെ മടിയായതുകൊണ്ട് അന്നേരം 1 മണി ആവുകയും ചെയ്തു. ഞാൻ പിന്നെ അതിലേക്ക് മെനക്കെട്ടില്ല കേട്ടോ. ദേ ഇപ്പൊ കൊഴുപ്പൊക്കെ പാകായി. ഞാൻ കൊഴുപ്പിനൊന്നും ചേർത്തില്ല കേട്ടോ. ഇച്ചിരി ചാറ് വേണമല്ലോ അപ്പത്തിനെന്ന് ഓർത്തതേ. കൊഴുപ്പ് വേണമെങ്കിൽ ഒരു ഇച്ചിരി കോൺഫ്ലോർ കലക്കി ചേർത്താലും മതി. വേണ്ട, ഞാനൊന്നും ചേർത്തില്ല. നാച്ചുറൽ ആയിട്ട് ഇരുന്നോട്ടെ എന്ന് കരുതി. അതൊക്കെ ചേർക്കാം, മൈദ ചേർക്കാം, അത് ചേർക്കണ്ടവർക്ക്. അതിപ്പോ വേണ്ട. ഇത്രയും ചാറ് അപ്പയ്ക്ക് ചാറ് വേണം ഒഴിക്കാൻ. അതെ 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 അതെ. നല്ല കൊഴുപ്പുള്ള തേങ്ങാപ്പാലുവാ. എന്നാ കറിയിൽ ഒഴിക്കട്ടെ. ഒന്ന് കോരി വെച്ച് നേരത്തെ പോലെ. ഇനി സ്വാദിഷ്ടമായ കള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന്റെ മുകളിലേക്കാണ് ഇത് ഒഴിക്കാൻ പോണേ കേട്ടോ. കാണിച്ചു തരാം. മുകളിലേക്ക് ഒഴിച്ചോട്ടെ. ഒരു കുഴപ്പവും ഇല്ല. വാവ്, മതി മതി മതി. ചുമന്നത് കാന്താരി കേട്ടോ. ഞാൻ മാറ്റിക്കോളാം. എന്ത് ചെയ്ത് മതിയോ? മതി മതി. ഇതും കാന്താരിയാ. എന്നാ കഴിച്ചോളൂ. ഡെലീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ ഈവനിങ്ങിലാണ് കഴിക്കുന്നത്. സ്റ്റൂ എങ്ങനെയുണ്ട്? നല്ല സ്റ്റൂ ആണ്. ഇത് അമ്മ പെട്ടെന്ന് ഉണ്ടാക്കിയ സ്റ്റൂ ആ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, വെജിറ്റബിൾ സ്റ്റൂ ഈക്വലി മട്ടൺ സ്റ്റൂ പോലെ തന്നെ ഹൃദ്യമാണ്. അതിന്റെ ആ ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് ചേർത്താൽ
പ്രത്യേകിച്ച് കശുവണ്ടിപ്പരിപ്പ് അതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ്. അതെ. അമ്മ അടുത്ത സെഷൻ കൊണ്ടുപോകും. രാത്രിയിലേക്ക് ചപ്പാത്തി മേടിക്കണം. സ്റ്റൂ അത്രയ്ക്ക് ഉണ്ടാവോന്ന് അറിയില്ല. വേണമെങ്കിൽ ഞാൻ ചോദിക്കുന്നു.